നമസ്കാരം. ഇന്നലെ വൈകുന്നേരം സന്ധ്യ ആകാറായി 6 മണിക്ക് ശേഷം എനിക്ക് നല്ല ഒരു തേൻവരിക്ക കിട്ടി കേട്ടോ. നല്ല മധുരമുള്ള ചക്ക. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത് കിട്ടുന്നത്. എപ്പോഴും കിട്ടാത്ത സാധനമാണ്. കിട്ടിയാൽ ഒട്ട് വിടുകയില്ല. വളരെ ഇഷ്ടമാണ്. പക്ഷേ അത് ഒരുപാട് കഴിക്കാൻ ഒരു മടി. 2 ചുള കഴിച്ചു. എന്നാലും വായിക്ക് വേണം. പക്ഷേ വയറിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ. എപ്പോഴൊക്കെ ഈ ചക്ക സമയം തെറ്റി കഴിച്ചിട്ടുണ്ടോ, ഒരു 6-6:30 മണിക്കൊക്കെ ശേഷമോ ആ സമയത്തൊക്കെ കഴിച്ചിട്ടുണ്ടോ, അന്നൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. വലിയ രീതിയിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലം എനിക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതെനിക്കറിയാം. ഈ ചക്ക മാത്രമല്ല, ഈ കപ്പ, ഉരുളക്കിഴങ്ങ്, കുറച്ച് കടലക്കറി പോലും കഴിച്ചാൽ പ്രശ്നമാണ്. ചില സമയങ്ങളിൽ വലിയ ആഗ്രഹം കാണുന്നത് കഴിക്കണം, കൊതിയൊന്നും സഹിക്കാൻ പറ്റാതെ വരും. പക്ഷെ നിയന്ത്രിച്ച് നിർത്തും, നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട്. എന്നിട്ട് ആ ചക്ക ഉപയോഗിച്ച് ഇന്നലെ ചക്ക അട ഉണ്ടാക്കി ഇന്ന് രാവിലെ കഴിക്കാനുള്ള കണക്കിന് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയത്, പറഞ്ഞു വരുന്നത്, ഇന്നലെ വിഴിഞ്ഞത്ത് ഒരു ഹോട്ടലിൽ നിന്നും ഒരു കുടുംബത്തിലെ 6 പേർ ഭക്ഷണം കഴിച്ചു. മീൻ വിഭവങ്ങളാണ് കഴിച്ചത്, കടൽ മീൻ വിഭവങ്ങളാണ് കഴിച്ചത്. ആ കടൽ മീനിൽ തന്നെ കണവ, കൊഞ്ച്, പിന്നെ മീൻ മുട്ട, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവർ കഴിച്ചത്. അങ്ങനെ അത് കഴിച്ചതിൽ 2 പേർ മരണപ്പെട്ടു. ഒരാൾ ഇപ്പോഴും ആശുപത്രിയിലാണ്. 2 കുട്ടികളും മറ്റൊരു മുതിർന്ന ആളും രക്ഷപ്പെട്ടു. വേറെ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഭക്ഷ്യവിഷബാധയുടെ കാരണങ്ങൾ വലുതായിട്ട് കാണുന്നില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞതായിട്ട് വാർത്തകളിൽ കണ്ടു. ഒരു സ്ത്രീ മരണപ്പെട്ടല്ലോ, 65 വയസ്സോളമുള്ള ഒരു വയോധികയാണ് മരണപ്പെട്ടത്. അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഭക്ഷ്യവിഷബാധയുടെ ചില ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. കൂടുതൽ പരിശോധനയ്ക്കായി സാമ്പിളൊക്കെ അയച്ചിരിക്കുകയാണ്. ഏതായാലും പരിശോധനാ ഫലമൊക്കെ വരട്ടെ. എനിക്കിന്ന് സംസാരിക്കാനുള്ള വിഷയം, ഇവർ കഴിച്ച സമയം എപ്പോഴാണെന്നറിയോ? കഴിക്കാൻ കയറിയ സമയം 11 മണി, കഴിച്ചിട്ട് ഇറങ്ങിയത് 1 മണി. രാത്രി 1 മണി എന്തിനുള്ള സമയമാണ്? ശരിയാണ്, എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ലേറ്റായിട്ട് വന്നതുകൊണ്ട് വല്ലപ്പോഴും ആയിരിക്കും ഇങ്ങനെ ലേറ്റായിട്ട് ആഹാരം കഴിക്കുന്നത്. എന്നാലും ലേറ്റായിട്ട് അവർ കഴിച്ച ആഹാരം എന്തൊക്കെയാണ്? ഒരു കാരണവശാലും 11 മണിക്കൊക്കെ ശേഷം ആഹാരം കഴിക്കാമോ? കഴിച്ചത് മീൻ മുട്ട, ഈ ഞണ്ട്, കൊഞ്ച്, കണവ, പൊറോട്ട, ഈ സാധനങ്ങളൊക്കെയാണ് നേരം തെറ്റി 12 മണിക്കൊക്കെ രാത്രി വയറ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഈ നേരം വൈകും തോറും ശരീരത്തിനുള്ളിലെ അവയവങ്ങളും വിശ്രമത്തിലേക്ക് പോകുന്നുണ്ട്. ദഹിക്കില്ല. ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ നമ്മൾ നിസ്സാരമായിട്ട് പറയും, ഒരു ഗ്യാസ് ട്രബിൾ എല്ലാവർക്കും ഉണ്ടാകുന്നതല്ലേ. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ പോലും ഇല്ലാതായേക്കാം. നമുക്ക് ശ്വാസം മുട്ടലൊക്കെ ഒരു പരിധിക്കപ്പുറം കൂടിയാൽ ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് നമ്മളെ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം. ഒന്നാമത് ഇവരുടെയൊക്കെ പ്രായം നോക്കണം. ഈ 65 വയസ്സുള്ള ഒരു സ്ത്രീ ഉൾപ്പെടെ ഇതൊക്കെ കഴിച്ചിരിക്കുകയാണ്. എന്നിട്ട് വിഴിഞ്ഞത്ത് നിന്ന് നിലമേൽ വരെ എത്ര കിലോമീറ്റർ ദൂരമുണ്ട്? നിലമേലുള്ള ആശുപത്രിയിലാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കൊരു ഭക്ഷ്യവിഷബാധ ഉണ്ടായി, ഒരു ഭക്ഷണം കഴിച്ചിട്ട് അത് പിടിച്ചില്ല എന്ന് തോന്നുന്ന അടുത്ത സെക്കൻഡിൽ 1 മിനിറ്റ് പോലും നമുക്ക് പറ്റിയാൽ താമസിപ്പിക്കാതെ വൈദ്യസഹായം തേടണം. അതാണ് ഡോക്ടർമാർ പറയുന്നത്. എത്രയോ കാലം കൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയാമോ? ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ കൈകാര്യം ചെയ്യുന്ന പല വിഷയങ്ങളും ഞാൻ ആവർത്തിക്കുകയാണ്. കാരണം ഒരേ പാറ്റേണിലുള്ള സംഭവങ്ങളാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ ലക്ഷണങ്ങളാണ് ഈ സംഭവങ്ങൾക്കെല്ലാം. എത്ര പറഞ്ഞാലും എത്ര സംഭവങ്ങൾ ഉണ്ടായാലും മനുഷ്യർ പഠിക്കുന്നില്ല. എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ നമ്മൾ പഠിക്കൂ എന്നുള്ള വാശിയിലാണ്. അതിനപ്പുറം ഒരു വിഡ്ഢിത്തമുണ്ടോ? ഈ സംസാരിക്കുന്ന എൻ്റെ തന്നെ ഒരു ചേഞ്ച് നിങ്ങൾ കണ്ടറിഞ്ഞതാണ്. ഞാൻ വലിയ രീതിയിൽ വണ്ണമൊക്കെ തടിച്ചു. വണ്ണം ഉള്ളത് ആരോഗ്യമില്ലാത്തതിൻ്റെ ലക്ഷണവും വണ്ണം ഇല്ലാത്തത് ആരോഗ്യമുള്ളതിൻ്റെ ലക്ഷണമാണെന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയല്ല. പക്ഷേ ഒഴിവാക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ, അതായത് വായുടെ കൊതിക്കും രുചിക്കും വേണ്ടി നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കുകയും ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൂടുതലായിട്ടും എടുക്കാൻ തുടങ്ങിയപ്പോൾ ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള മാറ്റം വന്നു. ആവശ്യമുള്ള ശരീരത്തിന് വേണ്ട നല്ല കൊഴുപ്പ് മാത്രം ശരീരത്തിൽ നിലനിർത്താൻ കഴിയുന്നു. സമയത്ത് ആഹാരം കഴിക്കാൻ തുടങ്ങി. സമയം ഇപ്പം ഒരു 6:30 മണിക്ക് ശേഷം എനിക്കിപ്പോൾ രാത്രിയിലത്തെ ആഹാരം കഴിക്കാൻ പറ്റില്ല. 6:30 മണിക്ക് മുമ്പ് രാത്രിയിലത്തെ ഫുഡ് കഴിച്ചിരിക്കും. എന്നിട്ട് നമ്മളൊരു 9-9:30 മണിയാകുമ്പോൾ ഉറങ്ങുമ്പോൾ ശരീരത്തിന് എന്ത് സ്വസ്ഥതയാണെന്നറിയാമോ? ഞാനൊരു ഡോക്ടറൊന്നും അല്ല, പക്ഷേ എനിക്കുണ്ടായ ചേഞ്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ നിങ്ങൾക്ക് വല്ല ചിലവും ഉണ്ടോ? ശരീരത്തിനെ ഒരു രീതിയിലും ബാധിക്കുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. ഓരോ മനുഷ്യനും വേണ്ട ഡയറ്റ് വ്യത്യസ്തമായിരിക്കും. ഓരോ മനുഷ്യർക്കും വേണ്ട എനർജി വ്യത്യസ്തമാണ്, അല്ലേ? ഒരാളിപ്പോൾ 1 കപ്പ് ചോറേ കഴിക്കുന്നുള്ളെങ്കിൽ മറ്റൊരാൾക്ക് 1.5 കപ്പ് ചോറ് വേണ്ടി വരുമായിരിക്കും. നമ്മൾ പലരും പല ജോലി ചെയ്യുന്നവരാണ്. ചിലർ തലച്ചോറ് കൊണ്ട് ജോലി ചെയ്യുന്നു, ചിലർ ശാരീരികമായിട്ട് നന്നായിട്ട് അധ്വാനിക്കുന്നു, വിയർത്തുള്ള പണി ചെയ്യുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും ജോലിക്ക് അനുസരിച്ച് അവർ എടുക്കേണ്ട ആഹാരത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് ചെല്ലേണ്ട പോഷകങ്ങളുടെയൊക്കെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. അതൊക്കെ ഡോക്ടറെ കണ്ട് നിങ്ങൾ നിശ്ചയിച്ചാൽ മതി. പക്ഷേ ഈ ആഹാരം കഴിക്കുന്ന സമയം, പ്രത്യേകിച്ചും
അത്താഴം കഴിക്കുന്ന സമയം ഒരു 7 മണിക്കപ്പുറം പോകാതിരിക്കാൻ നിങ്ങൾ പരമാവധി ഒന്ന് ശ്രമിച്ചു നോക്ക്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ മിക്കവാറും പേർക്ക് ഈ 10 മണിക്കും 10:30ക്കും 11 മണിക്കൊക്കെ കഴിക്കുന്നവർക്ക് ഉറക്കം ശരിയാകത്തില്ല. അതൊരു 99% പേർക്ക് ഉറക്കം ശരിയാകത്തില്ല. എങ്ങനെ ശരിയാകും? ദഹനം നടക്കില്ല. അമിതമായിട്ട് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ വയറ്റിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആസിഡ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആന്തരികാവയവങ്ങൾ, ഒരു ദഹന വ്യവസ്ഥ ഉള്ളിലുണ്ട്. നമ്മുടെ തൊണ്ടയ്ക്ക് താഴോട്ട് ഒരുപാട് അവയവങ്ങളുണ്ട്. നമ്മൾ പുറമേ കാണുന്നതല്ലാതെ ഉള്ളിൽ ഒരുപാട് അവയവങ്ങളുണ്ട്. കഴിക്കുന്ന ആഹാരത്തിൻ്റെ രുചി തൊണ്ട വരെ അറിയുള്ളൂ. അതിന് താഴോട്ട് ശരീരത്തിന് വേണ്ട വൈറ്റമിൻസ്, മിനറൽസ് ഇതൊക്കെയാണ് പോകുന്നത്. പൊറോട്ടയും ബീഫും എന്ന് പറയുന്ന സാധനം, അത് നല്ല മൊരിഞ്ഞ പൊറോട്ട, അതിൻ്റെ കൂടെ ബീഫ് ഫ്രൈയും കുറച്ച് സവാളയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഉള്ള ഒരു രുചി, അത് നാവിന് മാത്രമേ അറിയുള്ളൂ. താഴോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ദഹന വ്യവസ്ഥയിൽപ്പെട്ട ഒരു അവയവത്തിനും അല്ലെങ്കിൽ നമ്മുടെ ആന്തരികാവയവങ്ങൾക്കൊന്നും നാക്കും മൂക്കും ഒന്നുമില്ല. അവർ രുചിച്ചും മണത്തും നല്ല മണം, നല്ല രുചി, കുറച്ചും കൂടെ ദഹിപ്പിച്ചേക്കാം എന്നൊന്നും അവർ ചിന്തിക്കത്തില്ല. അതിൽ നോക്കുമ്പോൾ മൈദ റബ്ബർ പോലെ അവിടെ കിടക്കും. മറ്റേ റെഡ് മീറ്റിൽ നിന്നുള്ള കൊളസ്ട്രോള്, അധികമായിട്ടുള്ള ഫാറ്റ്, അത് ദഹിക്കാനെടുക്കുന്ന സമയം, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് അവിടെയും കിടക്കും. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ്. എനിക്ക് അത്ഭുതം തോന്നുകയാണ് കേട്ടോ. കാരണം ആ പ്രായമുള്ള ഒരു സ്ത്രീയൊക്കെ വരെ ഈ രാത്രി 11 മണിക്കും 11:30ക്കും ഒക്കെ ഈ മീൻമുട്ടയൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് എന്തെങ്കിലും അലർജി ഉള്ള മനുഷ്യർ, ഇപ്പം ഒരുപാട് പേര് കഴിക്കുന്നുണ്ടല്ലോ, ഇവർക്ക് മാത്രം എങ്ങനെ, അല്ലെ കുറച്ച് പേർക്ക് മാത്രം എങ്ങനെ മരണം പോലും സംഭവിച്ചു പോകുന്നു ഒരു നേരത്തെ ആഹാരം കഴിച്ചതിലൂടെ എന്ന് പറയുന്നു. ഒരുപാട് പേര് പുകവലിക്കുന്നുണ്ട്, ഒരുപാട് പേര് മദ്യപിക്കുന്നുണ്ട്. പുകവലിക്കുന്നവർക്ക് എല്ലാവർക്കും ക്യാൻസർ വരുന്നതായിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ മദ്യപിക്കുന്ന എല്ലാവർക്കും ലിവർ സിറോസിസ് ഉണ്ടാകുന്നില്ല, മദ്യപിക്കാത്തവർക്കും ലിവർ സിറോസിസ് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഒരാളുടെ ആരോഗ്യവും രോഗമുണ്ടാകുന്ന അവസ്ഥയുമൊക്കെ. പക്ഷേ ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാമല്ലോ. കുറേ അധികം ആളുകൾ പറയും സമയമാകുമ്പോൾ പോകണം, വിളിച്ചാൽ പോകണം. അവരുടെ സമയമായി, അവർ പോയി. അവർ ഇൻ കേസ് അവിടെ ചെന്ന് ആഹാരം കഴിച്ചില്ലായിരുന്നെങ്കിലോ, ഇന്നത്തെ പ്രഭാതം അവർ കാണില്ലായിരുന്നോ? അങ്ങനെയും കൂടെ നമുക്ക് മുൻകൂട്ടി ചിന്തിക്കാൻ കഴിയാത്തത് എന്താ? ചില സമയത്ത് നമ്മുടെ രുചിമുകളങ്ങളെ നമ്മൾ സംതൃപ്തിപ്പെടുത്താനുള്ള ഒരു വ്യഗ്രതയിൽ നമ്മൾ ശരീരത്തെ അങ്ങേയറ്റം ഇട്ട് കഷ്ടപ്പെടുത്തും. ഇപ്പം ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ തേൻവരിക്ക നോക്കിയിരുന്ന് 2 ചുള, അത് കഴിക്കാഞ്ഞിട്ട് വയ്യ. പക്ഷേ അതിന് മുകളിൽ നിർത്തിയിരിക്കുകയാണ് ഞാൻ. ഇന്ന് രാത്രി എൻ്റെ ഉറക്കത്തെ അത് ബാധിക്കുമോ, ശരീരത്തെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ള ചിന്തയ്ക്ക് നമ്മളവിടെ മുൻതൂക്കം കൊടുക്കുമ്പോൾ നമുക്ക് കുറേ അതിനെ നിയന്ത്രിക്കാൻ പറ്റും. അടുത്ത ദിവസം കഴിക്കാമല്ലോ, പകൽ സമയത്ത് കഴിക്കാമല്ലോ. ആരോ പറയുന്നത് പോലെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം കഴിക്കാം. എല്ലാ ആഹാരത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്. ഈ പഞ്ചസാര പോലുള്ള സാധനത്തിൽ നിന്ന് ഒഴികെ അതിൽ നിന്നൊന്നും ഒന്നും കിട്ടില്ല കേട്ടോ. അതിൽ നിന്നൊക്കെ കിട്ടുന്നത് 0 ആണ്. നമുക്കൊന്നും കിട്ടില്ല. രുചി അതിനുവേണ്ടി മാത്രമുള്ള സാധനമാണ് ഈ പഞ്ചസാരയൊക്കെ. ഈ വെളുത്ത പഞ്ചസാര എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയതോടുകൂടി എൻ്റെ ശരീരത്തിനുണ്ടായ മാറ്റങ്ങൾ, നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ എനർജി ലെവലിലുണ്ടാകുന്ന മാറ്റം, നമ്മുടെ ഉറക്കം, നമ്മുടെ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പ് കുറയുന്നത്, വണ്ണം കുറയുന്നത്, ഇതിലൊക്കെ ഈ വെളുത്ത പഞ്ചസാരയ്ക്ക് വലിയ റോളുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റുന്നവർ ഒഴിവാക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സായാഹ്ന ഹോട്ടലുകളൊക്കെ കണ്ടമാനം കൂടുന്നുണ്ട്, മുളച്ച് പൊന്തുന്ന പോലെ. ഈയിടെ ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചു. ഇനി ഞാൻ പറയാൻ ബാക്കിയൊന്നുമില്ല, പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ വയറ് നമ്മുടേതാണ്, ആയുസ് നമ്മുടേതാണ്. കുറേ നാളും കൂടെ ജീവിച്ചാൽ കുറേശ്ശെ വീതം എന്നും കഴിക്കാം. എന്നെങ്കിലും ചിന്തിച്ചുകൂടെ നമുക്ക്? ആശുപത്രികളൊക്കെ ഇഷ്ടം പോലെ കൂടുന്നുണ്ട്. അത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ, വലിയ വമ്പന്മാരൊക്കെ വലിയ നിക്ഷേപങ്ങൾ ഇവിടെ നടത്തുകയാണ്, വലിയ ഹോസ്പിറ്റലുകൾ കെട്ടിപ്പൊക്കാൻ. കാരണം എന്താ? വലിയ സാധ്യതയാണ് കേരളത്തിലുള്ളത്. ഹോട്ടലുകൾ, സായാഹ്ന തട്ടുകടകളൊക്കെ ഇങ്ങനെ മുളച്ച് പൊന്തുന്നതിനോടൊപ്പം തന്നെ അതിന് കൂടെ ഇരട്ടിയായിട്ട് ഉയരുകയാണ് ആശുപത്രികളുടെ എണ്ണവും. എന്താ അതൊന്നും ചിന്തിക്കാത്തത്? നമുക്ക് നാച്ചുറലായിട്ട്, ഒരു സ്വാഭാവികമായിട്ട് നമ്മുടെ ആയുസ്സെത്തിയുള്ള ഒരു മരണം, അതും ശരീരത്തെ ഒരുപാടിട്ട് ബുദ്ധിമുട്ടിക്കാതെയുള്ള മരണം, നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന തെറ്റുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള മരണം, അതൊക്കെയല്ലേ നല്ലത്? കൊച്ചു കുഞ്ഞുങ്ങൾ പോലും നിൽക്കുന്ന നിപ്പിൽ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. പണ്ടത്തെ പനിയല്ല ഇപ്പോഴത്തെ പനി, പണ്ടത്തെ ചുമയല്ല ഇപ്പോഴത്തെ ചുമ. ഒരു ചുമയൊക്കെ വന്ന് ഒരു 6-7 മാസം ഗ്യാരണ്ടിയാണ്. ചുമയെന്ന് പറഞ്ഞാൽ ആന്തരികാവയവങ്ങളെല്ലാം തൊണ്ടയിൽ കൂടെ പുറത്തു വരുന്ന രീതിയിലുള്ള ചുമ മനുഷ്യരുടെ. അങ്ങനെ പണ്ടുണ്ടായിരുന്ന രോഗങ്ങളുടെയൊക്കെ തീവ്രത ഒരുപാട് കൂടിയിട്ടുണ്ട്. പുതിയ രോഗങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ തന്നെ പല വകഭേദങ്ങളിലായിട്ട് മാറുകയാണ്. അതെല്ലാം ഒരളവ് വരെ നമ്മുടെ ഭക്ഷണക്രമത്തിലുള്ള വ്യത്യാസം തന്നെയാണ്. എല്ലാ ഭക്ഷണങ്ങളും ഇപ്പോഴും കിട്ടും. നമ്മളീ പറയുന്നത് പോലെയല്ല പണ്ടത്തെ ആഹാരം എന്ന് പറയും. മായം കലരാത്തത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കാം. അല്ലെങ്കിൽ അത് കിട്ടുന്ന ഇടങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും, അല്ലേ? ഒരു കടയിൽ തന്നെ ഇപ്പം റാഗി കാണും, അവിടെ തന്നെ മൈദയും കാണും.
നമ്മൾ എടുക്കുന്നത് മൈദയാണ്, എന്നിട്ട് നമ്മുടെ കിട്ടുന്ന സാധനത്തിന് കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ റാഗിയാണ് കുറച്ചും കൂടെ ആരോഗ്യത്തിന് നല്ലത്, അല്ലെങ്കിൽ മൈദ നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. എല്ലാം കഴിച്ചു, മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ മനുഷ്യരല്ലേ, ഒരു കൊതി, ഒരാഗ്രഹം, അതിന് പുറത്തൊക്കെ കഴിക്കാം. സ്ഥിരമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ ഓടിയ വണ്ടിയും 2 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയും തമ്മിൽ വ്യത്യാസമില്ലേ? നമ്മൾ കുറേ പ്രായമായവരുടെ കാര്യം ഞാൻ എടുത്തു പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രായവും കൂടി ഈ ആഹാരത്തിൻ്റെ കാര്യത്തിലൊന്ന് പരിഗണിക്കണം. നമ്മൾ പണ്ട് കഴിച്ച പോലെ അത്ര അളവിലൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല, ആ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ആ ആഹാരങ്ങളെല്ലാം നമുക്ക് ഈ പ്രായത്തിൽ കഴിക്കാൻ പറ്റണമെന്നില്ല. നിയന്ത്രിക്കണം. പല രോഗങ്ങൾക്ക് പല മരുന്നുകൾ നമ്മൾ കഴിക്കുന്നുണ്ടായിരിക്കും, പല മരുന്നുകളുമായിട്ട് യോജിച്ചു പോകാത്ത ആഹാരങ്ങൾ കാണും, വിരുദ്ധ ആഹാരങ്ങൾ കാണും. ഇതൊക്കെ കഴിക്കുമ്പോൾ നാക്കിനൊരു ടേസ്റ്റ്, പിന്നെ എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ വല്ലപ്പോഴും അല്ലേ, ഇതുപോലെ വല്ലപ്പോഴും ആയിരിക്കും അവർ കഴിച്ചത്, തീർന്നില്ലേ? ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് ഒരാൾ മരണപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെയും ഇവിടുത്തെ ആരോഗ്യ മേഖലയെയും അല്ലെങ്കിൽ ഈ ഹോട്ടലുകാരെയൊക്കെ കുറ്റപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ, വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ, അവരുടെ ഭാഗം ക്ലിയർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിനോടൊപ്പം തന്നെ നമുക്കും കുറച്ച് നിയന്ത്രണം വേണം. നമ്മളെ ആരും വിളിച്ച് കയറ്റുന്നില്ല കഴിക്കാൻ, നമ്മളാണ് അതുവഴി പോകുമ്പോൾ ഹോട്ടലിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ ആഹാ നല്ല ചിക്കൻ പൊരിക്കുന്ന മണം, അല്ലെങ്കിൽ മറ്റത് വേകുന്ന മണം, പൊറോട്ട പൊരിയുന്ന മണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കയറുകയാണ്. ഡെയിലി ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യാതിരിക്കുക, ശരീരത്തെ ദ്രോഹിക്കാതിരിക്കുക, നമ്മുടെ നാവിനേക്കാൾ കൂടുതൽ നമ്മുടെ വയറിന്, നമ്മൾ കാണാത്ത അവയവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ കാലിൻ്റെ തുമ്പോ വിരലിൻ്റെ തുമ്പോ ഒക്കെ ഒന്ന് മുറിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെ അവിടുന്ന് രക്തം പൊടിയുന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല, തലച്ചോറിന് എന്താ സംഭവിക്കുന്നത്, അവയൊക്കെ കറക്റ്റായിട്ട് പ്രവർത്തിച്ചാലല്ലേ ഉള്ളൂ നമ്മുടെ ജീവിതം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഒരു വണ്ടിക്ക് ഏറ്റവും മെയിനായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടത്, കണ്ടീഷനായിട്ടിരിക്കേണ്ടത് അതിൻ്റെ ഹോണിനേക്കാൾ കൂടുതൽ അതിൻ്റെ എൻജിനല്ലേ എന്ന് പറയുന്നത് പോലെ പുറമേയുള്ള സംഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കുറേ കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ആന്തരികാവയവങ്ങൾക്കാണ്. കഷ്ടമല്ലേ, മഹാഭാവമല്ലേ അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അതുങ്ങളൊക്കെ കിടന്ന് എന്ത് കഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഒരു കല്ല് എടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് അടിയോടടി, ആ ജാറിൻ്റെ ബ്ലേഡ് ഒടിയുന്നതല്ലാതെ കല്ല് പൊടിയുമോ എന്ന് പറഞ്ഞതുപോലെ പെട്ടെന്ന് ദഹിക്കുന്ന സാധനങ്ങളല്ലേ നമ്മൾ വയറ്റിലിട്ട് കൊടുക്കേണ്ടത്, പ്രത്യേകിച്ച് നേരം വൈകുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. താമസിച്ച് അത്താഴം കഴിക്കുന്ന ആളുകളെല്ലാം ഇനി മുതൽ കുറച്ച് നേരത്തെ ഒരു 6:30-7 മണിക്ക് 7:30 മണിക്ക് അപ്പുറം പോകാതിരിക്കുക. എന്നിട്ട് ഒരു 9:30-10 മണി ആ സമയത്തൊക്കെ നിങ്ങൾ ഉറങ്ങുക. നന്നായിട്ട് ഉറങ്ങാൻ പറ്റും, അടുത്ത ദിവസം ഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കാൻ പറ്റും. ഏതൊക്കെ ആഹാരം നമ്മൾ കഴിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ എപ്പോൾ കഴിക്കുന്നു എന്നതിന് വലിയ പ്രാധാന്യം കൊടുത്തു നോക്കൂ. ജീവിതത്തിൽ വലിയ നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നത് അനുഭവിച്ചറിയാം.